കുതിരകൾ നമസ്കാരം. ഇതെന്നാന്ന് കണ്ടോ? ആർക്കും അത്ര സന്തോഷം തോന്നുന്നൊരു സാധനം അല്ല. ഞാനൊരു കൗതുകം കൊണ്ട് ചുമ്മാ എടുത്തുള്ളൂ. പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടതാണ് ചാരിയറ്റ്. ഇത് നമ്മുടെ പണ്ട് ഈ പോയം പഠിച്ചുകൊണ്ടിരുന്നപ്പം ക്രിസ്റ്റ്യൻ റോസിറ്റിയുടെ പോയത്തിൽ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളൊരു സാധനമാണ്. അന്നൊക്കെ ഇതിനെപ്പറ്റി ഇതെന്താണെന്ന് യുദ്ധകാലഘട്ടങ്ങളിൽ ഈ പണ്ടത്തെ രാജാക്കന്മാർ തേരിൽ പോകുന്നതൊക്കെ കേട്ടല്ലാതെ ഇവരിങ്ങനെ ശവമഞ്ചല് ഇങ്ങനെയാണ് ഓർക്കുമ്പോഴേ സംവിധാനമാണ്. ഇതിൻ്റെ കുതിരകളെ ഞാൻ കാണിച്ചു തരാവേ. ആൾക്കാർക്ക് ഇതിന് ഇച്ചിരി പൈസ കൂടും. ഇതാണ് ആ 3 കുതിരകൾ. ആ കുതിരകളെ കൊണ്ട് ഇറക്കിയിരിക്കുകയാണ്. ഇനി ഇപ്പം നോക്കൂ, ആ വണ്ടി കണ്ടോ? നോക്കൂ, ആ വണ്ടിയിൽ ആ ബോഡി പോകുന്ന കണ്ടോ? ആ ബോഡി അതിനെ ഇതിന് കുതിരയെ കിട്ടുന്ന ഒരു ചാരിയിട്ടുണ്ട്, അതിലേക്ക് മാറ്റിയിട്ട് ഇതിലൂടെ ഒരു ഭയങ്കര റോയൽ രീതിയിലാണ് ഇത് കൊണ്ടുപോകുന്നത്. പക്ഷേ എനിക്കിതിനകത്ത് ഞാനീ കാണുന്നത് എൻ്റെ ഈ അത്ഭുതം, ഒരു പക്ഷേ ഇത് ഒത്തിരി പേര് കണ്ടിട്ട് ഓക്കെ ഇത് വലിയ കാര്യമാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടാവും. അടുത്ത ഒരു കുതിരയും കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഞാനിത് ഒരു ലണ്ടനിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു കൗതുകമല്ല. തീർച്ചയായിട്ടും എത്രയോ തവണ അവരത് കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഞാനിതിനെ പറയുന്നു, എൻ്റെ കൂട്ടുകാർ ക്രിസ്റ്റീന റോസിറ്റിയെ വായിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എടുക്കുന്നത്. കാരണം ക്രിസ്റ്റീന റോസിറ്റിയുടെ പോയത്തിൽ നമ്മൾ കണ്ട അതേ ചാരിയറ്റും അതേ കുതിരയും നമ്മൾ ഇമാജിൻ ചെയ്തിരുന്ന ആ കുതിരയാണ് റോഡിലൂടെ നടന്നു പോകുന്നത്. ഇതിപ്പോൾ അവിടെ പോയിട്ട് ആ ചാരിയറ്റിൽ അതിനെ കണക്ട് ചെയ്തിട്ട് ആ വണ്ടി വരും. വണ്ടികളെല്ലാം പുറകിൽ സ്ലോ ആവുകയാണ്. ഈ ഒരു കാഴ്ച ഇല്ലാത്തൊരു കാഴ്ചയാണ്. ഇത് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ആ ഒരു ചാരിയറ്റ് കിടക്കുന്നത്